നമസ്കാരം. കഷ്ടം തന്നെ മലയാളി, കഷ്ടം തന്നെ എന്നാണ് എനിക്കിത് പറയാനുള്ളത്. സത്യം പറഞ്ഞ ഇതുപോലത്തെ ഒരു നാണം കെട്ട തോൽവി KKR ചെന്നൈ. ഇന്ന് ധോണി ആയിരുന്നില്ലേ ക്യാപ്റ്റൻ? അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ തൊഴ എന്ന് പറഞ്ഞ തുഴച്ചില് പൊയ്ക്കൊക്കെ ചാവിണ്ട ഇതുപോലെ തോക്കാൻ വേണ്ടിയിട്ട് 10 ഓവർ കഴിഞ്ഞപ്പോ അവർ അടിച്ചു ജയിച്ചു. 10 ഓവറും 8 വിക്കറ്റും ബാക്കി അമ്മാതിരിയാണ് അടിച്ചു ജയിച്ചത്. സത്യം ഇതുപോലുള്ള നാണം കെട്ട തോൽവി, നാണം കെട്ടെന്ന് വെച്ചാൽ ഒരു കൂറ ടീമായിപ്പോയി. കൂറ ടീം ഒന്നിനും കൊള്ള. ഒരു ക്യാപ്റ്റൻ ഉണ്ട് ധോണി. നീ ഇത്തിരി കളഞ്ഞിട്ട് പോടെ. കുറെ എണ്ണം ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ധോണി, ഈ പറയുന്ന നമ്മുടെ ജഡേജ, ഈ പറയുന്ന അശ്വിൻ, ഈ കിളവന്മാരെയൊക്കെ പറഞ്ഞു വിടറേ. കൊച്ചു പിള്ളേരെ എടുത്ത് താങ്ങിക്കൊണ്ട് ഇന്ന് 4 or 5 കപ്പ് എടുത്ത് എന്തിനിടെ ഈ തെറിവിളികൾ കേൾക്കുന്നത്? ഇത് കണ്ടില്ലേ? ഒരു ഈ പറയുന്ന ഇതെന്നാണ് അവിടുത്തെ ഒരു ആരാധികയാണ്. അവരൊക്കെ ഇങ്ങനെ ഇതാണ് അവിടെയുള്ള ആ ഒരു ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ കയറി വെട്ടുക എന്ന് പറഞ്ഞില്ലേ? സത്യം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ KKR വീട്ടിൽ കയറി വെട്ടുക വെട്ടി ചീത്തി കളഞ്ഞു, വെട്ടി കന്നം പിന്നാക്കി കളഞ്ഞു. ആ ലെവലാണ് വെട്ടി തുണ്ടാക്കിയിട്ട് ധോണി വന്ന് 2 ബോൾ കൊട്ടി ഇതാ പോണെ. നാണോ ഇത് നാണോ? ഏത് പറഞ്ഞ ഈ പറയുന്ന സുനിൽ നാരായണൻ കൂടുതൽ പട്ടി അടിക്കും പോലെ അടിക്കണം, പട്ടി അടിക്കും പോലെ. ഈ പറയുന്ന അശ്വിൻ വന്ന് വിക്കറ്റ് എടുക്കണമെന്നല്ല, അവൻ പേടിച്ച് അവന്റെ പേടിലോട്ട് ഇറങ്ങി വൈഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ലെഗ് സൈഡിൽ. അവൻ അടിക്കാതെ എനിക്ക് എന്നെ റണ്ണടിക്കരുത്, എങ്ങനെയെന്ന് എറിഞ്ഞു തീർത്താൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് പിന്നീട് ബോളർ ചെയ്യാൻ നിൽക്കുന്നത് അശ്വിനൊക്കെ. അത് ആരെടുത്ത്? സുനിൽ നാരായണന്റെ അടുത്ത്. സുനിൽ നാരായൺ നിന്നുകൊണ്ട് അടിയോടടി. നാണക്കേടെന്ന് വെച്ചാ അയ്യയ്യേ, മോശം. ഇതുപോലൊരു കൂറ ടീമില്ല ഈ സീസണിൽ. അത്രയ്ക്ക് ഗതികെട്ട ടീമായി മാറിയിട്ടുണ്ട് ചെന്നൈ സൂപ്പർ തൊഴ കിങ്, കോപ്പിലെ കിങ്. ശരി, ചെന്നൈക്ക് എന്ത് ചെയ്തു? ചെന്നൈ ഫസ്റ്റ് ബാറ്റിംഗ് 103 റൺസ് അടിച്ചു. വെരി ഗുഡ്. 9 വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് 20 ഓവറും ബാറ്റ് ചെയ്തു. 10 വിക്കറ്റ് നഷ്ടപ്പെടാൻ അവർ അനുവദിച്ചില്ല. 20 ഓവറും ബാറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ വല്ലച്ചാതിയും 100 കടന്ന് ലാസ്റ്റ് ആ ഒരു 4 അടിച്ചത് കൊണ്ട് ശിവം ഡൂബെ ഒരു 4 അടിച്ചത് കൊണ്ട് 100 കഴിഞ്ഞു. കഷ്ടോടെ പോയൊക്കെ ചാവിയുണ്ട്. ഇനി അടിച്ചത് ആരൊക്കെയെന്ന് പറയാം. സച്ചിൻ രവീന്ദ്ര 4 റൺസ് അടിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. 9 ബോളുകൾ. ഈ ഫസ്റ്റ് ഓപ്പണിംഗ് ഒക്കെ ഏമാരുന്ന തൊഴേനുണ്ട്. അയ്യോ കഷ്ടപ്പെട്ടു. സെക്കൻഡ് ബാറ്റിംഗ് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച പിച്ചിൽ വല്ല പ്രശ്നമാണെന്ന്. സെക്കൻഡ് ബാറ്റിൽ ഒരു തേങ്ങയില്ല. നമ്മൾ 4 ബോൾ പട്ടി അടിക്കുമ്പോൾ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. അതും ഈ പറയുന്ന സുനിൽ നാരായണനൊക്കെ വന്ന് പട്ടി അടിക്കുമ്പോൾ അടിക്കുന്നുണ്ട്. ശരി, പോട്ട്. ഡിയോൺ കോൺവേ 12 റൺസ് അടിച്ചു. വെരി ഗുഡ്. ത്രിപാഠി 16 റൺസ് അടിച്ച് 22 ബോളുകൾ നേരിട്ട് കൊണ്ട് ഒരു 6 ഒരു 4 മാത്രമേ അടിച്ചു. വെരി ഗുഡ്. വിജയ് ശങ്കർ അല്ലെ ഇതിനെ കൊട്ടി 29 റൺസ് അടിച്ചു. അവനായിരുന്നു ടോപ്പ് സ്കോർ. അല്ല, ശിവൻ ഡൂബയാണ് ടോപ്പ് സ്കോർ 31. അടുത്ത അശ്വിൻ വരുന്നു പോകുന്നു 7 ബോളുകൾ നേരിട്ടു. ജഡേജ 2 ബോളുകൾ നേരിട്ടു 0. ദീപക് ഹൂഡ 0. MS ധോണി നമ്മുടെ ക്യാപ്റ്റൻ ആൻഡ് വിക്കറ്റ് കീപ്പർ 4 റണ്ണ്. നല്ല 1 റണ്ണ് 4 ബോളുകൾ നേരിട്ടുകൊണ്ട്. 100 അഹമ്മദ് അങ്ങനെയൊന്നും പറഞ്ഞൊന്നും കാര്യമില്ല. 16-ൽ ഫസ്റ്റ് വിക്കറ്റ് പോകുന്നു. 3.1 ഓവർ ആയപ്പോ 16 റൺസ് അടിച്ചുള്ളൂ. ആദ്യത്തെ വിക്കറ്റ് പോകുന്നു. രണ്ടാമത്തെ വിക്കറ്റ് 16 തന്നെ പോകുന്നു. എത്ര കേച്ച് കളഞ്ഞമാര്, എത്ര ചാൻസുമാർ കൊടുത്തു. ഒരു 3-4 കേച്ച് കുട്ടി കേച്ചിൽ കളഞ്ഞു. എന്നിട്ട് പോലും കഷ്ടോടാ. അടുത്ത അങ്ങനെ പോകുന്നു. പിന്നെ നോക്കണ്ടേ, പറ പോയി. വി അരോറ 1 വിക്കറ്റ് എടുത്തു. 31 റൺസ് വിട്ട് കൊടുത്തിട്ടുണ്ട് 1 വിക്കറ്റ്. മൊയിൻ അലി ഫസ്റ്റ് തുടക്കമേ എറിഞ്ഞു 1 വിക്കറ്റ് എടുത്തു. അവനാണ് ഫസ്റ്റ് വിക്കറ്റ്. മൊയിൻ അലി ആണെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അല്ല, സെക്കൻഡ് വിക്കറ്റ് അല്ലേ? ശരി. റാണ കിടിലായിട്ട് എറിഞ്ഞോട്ടോ. റാണ 4 ഓവറിൽ വെറും 16 റൺസ് വിട്ടുകൊടുത്താണ് 2 വിക്കറ്റ് തള്ളിയിട്ടത് റാണ. പിന്നെ വരുൺ ചക്രവർത്തി 22 റൺസ് മാത്രമേ വിട്ടുകൊടുത്തു. അവന് 2 റൺസ്. പിന്നെ സുനിൽ നാരായണ കുറെ കാലം കൊണ്ട് ഫോം അല്ലായിരുന്നു. ഇന്ന് അറിയുമ്പോൾ ബാറ്റിംഗിലും ഈ പറയുന്ന ബൗളിംഗിലും ഫോമായി 3 വിക്കറ്റ് തള്ളിയിട്ടു. വെറും 13 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട്. ഇതാണ് നമ്മുടെ പഴയ തലയുടെ ടീമിന്റെ പെർഫോമൻസ്. കഷ്ടപ്പെടാ കഷ്ടം. ഇനി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ നമ്മുടെ കൊൽക്കത്ത അവർ വലുതായിട്ടൊന്നും ചെയ്യാതിരുന്നേ. പിന്നെ ഡീകോക്കും നരയനും കൂടി വന്നോട്ട് അങ്ങോട്ട് തുടങ്ങി. ഡീകോക്ക് 3 6 അടിച്ചു. നരയൻ 5 6 അടിച്ചു. ഡീകോക്ക് 23 റൺസ് അടിച്ച് പോയി. 16 ബോളുകൾ മാത്രം ഫേസ് ചെയ്തുകൊണ്ട് 143 സ്ട്രൈക്ക് റേറ്റ്. സുനിൽ നാരായണ മരണവനെ പോണവനെ പട്ടി അടിക്കുമ്പോഴായിട്ട് അടിക്കുന്നുണ്ട് അവൻ. 5 6
ഈ പറയുന്ന അശ്വിനെയൊക്കെ തൂക്കി പറക്കിയിട്ട് അടിക്കുന്നുണ്ട്. കഷ്ടം, നാണക്കേട് തന്നെ. 44 റൺസ് അവ അടിച്ചു, വെറും 18 ബോളുകൾ നേരിട്ടുകൊണ്ട്. കഷ്ടം. പിന്നെ രഹാന വന്നു 20 റൺസ്, 17 ബോളുകൾ. രഹാന ഒരു പടുകൂട്ട് 6 അടിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് റിങ്കു സിംഗ് അവസാനം 6 അടിച്ച് കളി ജയിച്ചു. 12 ബോളിൽ 15 റൺസ്. വെറും 10.1 ബോൾ മാത്രം നേരിട്ട് കൊണ്ട് 107 റൺസ് അടിച്ചു. നാണം കെട്ട തോൽവി എന്ന് വെച്ചാൽ ലോക നാണം കെട്ട തോൽവി. അതില് ആർക്ക് വിക്കറ്റ് ചെയ്യുന്നതിന് കാംബോജ്, അത് പുതിയ ബോളറാ, 1 വിക്കറ്റ് കിട്ടി. ശരി, പിന്നെ 100 ആകുമ്പോൾ അതിന് 1 വിക്കറ്റ് കിട്ടി. ഇമാര് 100 അടിച്ചപ്പോ തന്നെ കളി തോറ്റ്. സത്യം പറഞ്ഞ അവിടെയുള്ള സ്റ്റേഡിയത്തിൽ കണ്ട അവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാങ്കി കൊള്ളിയാണ്. അതുപോലെ ഇവരെ സ്പോൺസേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ വന്നത് എന്തോന്നിടെ നീയൊക്കെ എന്തരടെ ചെയ്യുന്നുള്ള രീതിയിലാണ്. അവരെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ടീം എടുക്കുമ്പോ കൃത്യമായിട്ടൊക്കെ എടുക്കണം, മനസ്സിലായോ? ഈ നമുക്ക് IPL ടേബിൾ എങ്ങനെയും നോക്കട്ടെ. ടേബിളിലൂടെ എന്തരായെന്ന് നോക്കാം. ശരി, ടേബിൾ ഈ ഇന്ന് കളിച്ചവന്മാരോട് CSK ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ട്. 2 പോയിന്റുമായിട്ട് 9ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. വെരി ഗുഡ്. ഒന്നും കൂടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പടിയും കൂടി താഴാനുണ്ട്. അടുത്ത KKR ഈ കളി ജയിച്ചതോടുകൂടി KKR 3ാം സ്ഥാനം എത്തിയിട്ടുണ്ട്. KKR 6 കളി കളിച്ചു, 3 എണ്ണം ജയിച്ചു, 3 എണ്ണം തോറ്റു. 6 പോയിന്റ് ഉണ്ട്. ഇപ്പോഴും ഗുജറാത്ത് തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. 5 കളി 4 ജയം, 1 തോൽവി, 8 റൺസ്, അല്ല 8 പിന്നെ പോയിന്റ്. അതുപോലെ തന്നെ ഡൽഹി 4 കളി 4 ജയിച്ചു, 8 പോയിന്റ്. KKR ഞാൻ പറഞ്ഞല്ലോ 6 കളി 3 ജയം, 3 തോൽവി, 6 പോയിന്റ്. RCB 4ാം സ്ഥാനത്ത് എത്തി അല്ലേ? RCB 4ാം സ്ഥാനമാണ്. 5 കളി 3 ജയം, 2 തോൽവി, 6 പോയിന്റ്. അത് പഞ്ചാബ് 4 കളി 3 ജയം, 1 തോൽവി, 6. പഞ്ചാബൊക്കെ കയറി വരും കേട്ടോ. LSG 5 കളി 3 ജയം, 2 തോൽവി, 6 പോയിന്റ്. നമ്മുടെ സഞ്ജുവിന്റെ ടീം 5 കളി 2 ജയം, 3 തോൽവി, 4 പോയിന്റേ ഉള്ളൂ. അതുപോലെ തന്നെ മുംബൈ 5 കളി 1 ജയം, 4 തോൽവി, വെരി ഗുഡ്, 2 പോയിന്റ്. CSK 6 കളി 1 ജയം, 5 തോൽവി, വെരി ഗുഡ്. പിന്നെ സൺറൈസേഴ്സും അതുപോലെ തന്നെ 5 കളി 1 കളി പിന്നെ 1 ജയം, 4 തോൽവി, അങ്ങനെ 2-2. മുംബൈയും CSKയും SRHും ഈ പറയുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദും ഇത് ഒന്നിനൊന്നിന് ഇങ്ങനെ അവരെന്ത് ചെയ്യുന്നതാണ്, അവര് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ മത്സരിക്കുകയാണ്. പിന്നീട് ആര് ലീസ്റ്റിൽ വരുമെന്ന് മത്സരിക്കുകയാണ്. അപ്പൊ എന്തായാലും CSKനെ ചെന്നൈ സൂപ്പർ കിങ്ങിനെ നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓട്ടിച്ചിട്ട് തോപ്പിച്ചു എന്ന് വെച്ചാൽ ഓട്ടിച്ചിട്ട് തോപ്പിച്ചു. കുട്ടികളെ അടിക്കും പോലെ അടിച്ചു. തല ഒക്കെ അവിടെ ഇരുന്ന് കരഞ്ഞു ഇരിക്കുന്നത് കണ്ടു. അവിടെയുള്ള ഓഡിയൻസ് ആയിക്കോട്ടെ, ഈ പറയുന്ന അവരുടെ സ്പോൺസേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും നല്ല രീതിയിൽ അവരൊരു ഫ്രസ്ട്രേഷൻ. കാരണം ഇത്രയും പണം കോടികൾ മുടക്കി ഓരോരുത്തന്മാരെ കൊണ്ടുവന്നിട്ട് അവന്മാർക്ക് ഇതുപോലുള്ള പന്ന കളികൾ. ആ ഋതുരാജ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെയും കാട്ടി കളിച്ചാണ്. എനിക്ക് തോന്നി അവനെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ട് അവനെ പറഞ്ഞു വിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ധോണിയെ കൊണ്ട് പറ്റത്തില്ല. ധോണിയെ കൊണ്ടൊക്കെ നിർത്തി കീപ്പ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ബുദ്ധിയും ഇല്ല, ഒന്നും വർക്കാവുന്നില്ല. നെഗറ്റീവാണ് സത്യം പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കളി ജയിക്കണമെങ്കിൽ നിങ്ങൾ നല്ലൊരു മാറ്റത്തോടെ ഇറങ്ങണം. ധോണി ഈ പറയുന്ന കളവന്മാരെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊച്ചു പിള്ളേരെ ഒന്ന് ഇറക്കി കളിച്ചു നോക്കട്ടെ. ഒന്നിറക്കി കളിച്ചു നോക്കുക, എങ്ങനെ ആക്കുന്നു. അല്ലാതെ നേരെ നിവർത്തിയൊന്നുമില്ല. ധോണിയൊക്കെ മാറ്റിയിട്ട് നല്ല വിക്കറ്റ് കീപ്പർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കോൺവേ വിക്കറ്റ് കീപ്പർ ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാൻ ഇറക്കുക. അല്ല എന്നിട്ട് അതാണ് ചെയ്യാനുള്ളത്. കോൺവേ കൊണ്ട് വിക്കറ്റ് കീപ്പിംഗ് ചെയ്യും. കാരണം നമുക്ക് പണ്ട് ആടപ്പുറത്ത് കയറിയിരുന്നതിന് കാര്യമില്ല. ഇപ്പൊ ഫോം അല്ലേ മാറ്റുക. അത്രയും കോടികൾ നിങ്ങൾ മുടക്കി അടുത്തും ചെയ്യുന്നു. നല്ലൊരു ബാറ്റ്സ്മാനെ ഇറക്കുക എന്നുള്ളതാണ്. അതേ പറഞ്ഞാൽ ഇപ്പം ഈ സച്ചിൻ രവീന്ദ്ര നല്ലൊരു ബാറ്റ്സ്മാൻ ഇവിടെ വന്ന് ഒട്ടും കളിക്കാത്ത ഒരു രീതിയിലേക്ക് മാറി. അപ്പൊ എന്തായാലും ചെന്നൈ സൂപ്പർ കിങ് 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.